പോലീസ് സബ് ഡിവിഷന്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തുഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓക്സിജൻ ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. പീരുമേട് സബ് ഡിവിഷന്റെ പരിധിയിൽ ഈ കഴിഞ്ഞ നാളുകളിലായി 72 കേസുകൾ കണ്ടെത്തി. പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടാണ് കേസുകൾ അന്വേഷിക്കുന്നത്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി പീരുമേട് സബ് ഡിവിഷൻ സംഘടിപ്പിച്ച പരിപാടി കുട്ടിക്കാനം മരിയൻ കോളേജിൽ പീരുമേട് MLA അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു. പ്രഖ്യാപിച്ചിട്ടുള്ള ദിവസമാണ് ഇന്ന് നമ്മൾ ജൂൺ 26. നമ്മുടെ സംസ്ഥാനത്തുടനീളം എല്ലാ നിയോജക മണ്ഡലത്തിലും ഇതുപോലെ ഒരു പരിപാടി നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേൽനോട്ടത്തിൽ നടത്തണമെന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ പ്രകാരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് 139 നിയോജക മണ്ഡലത്തിലും ഇതേ സമയത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുകയാണ്. നമുക്കറിയാം, ലഹരി വിരുദ്ധ ദിനമെന്ന് പറയുന്നത് തന്നെ ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഐക്യരാഷ്ട്ര സംഘടനകളൊന്നും ഞാനൊരു പേപ്പറിൽ വായിച്ചതനുസരിച്ച് ഈ ലോകത്തെമ്പാടും 31 കോടി ജനങ്ങളാണ് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ അതിൻ്റെ വ്യാപനം വളരെ വലുതാണ്. നമുക്കറിയാം, ആരോഗ്യപരമായും മാനസികപരമായും നമ്മുടെ സമൂഹത്തെ വളരെയധികം പിന്നോട്ടടിക്കുന്ന മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം അടുത്ത കാലത്തായിട്ട് വളരെയധികം കൂടുതലാണ്. നമുക്ക് ഇവിടെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ള പദ്ധതി ആരംഭിച്ചിട്ട് 24 ദിവസമായി. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആകമാനം ഏതാണ്ട് 3500-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വളരെയധികം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടുക്കി ജില്ലയിലെ കണക്കനുസരിച്ച് 195 കേസുകളാണ് നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത്. അതിൽ 270ഓളം ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വസ്തുത. അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അവരുടെ അന്വേഷണവും അറസ്റ്റുകളും നടക്കുന്നുണ്ട്. 88 കേസുകളാണ് ഞാൻ പത്രത്തിൽ കണ്ടത്. NDPS കേസുകൾ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അബ്കാരി കേസുകളും ഉണ്ട്. അത് NDPS കേസുകൾ തന്നെയാണ് 88 എണ്ണം. അതുപോലെ തന്നെ മറ്റ് കേസുകൾ അബ്കാരി കേസുകൾ നിലനിർത്തുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ യുവതലമുറയൊക്കെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ ഒരു വിപത്തിനെ കുറിച്ചുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴ് അറസ്റ്റ് ചെയ്തിട്ടുള്ള പ്രതികളിലൊക്കെ ഏതാണ്ട് പകുതിയിലധികം 25 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്, അല്ലെങ്കിൽ കൗമാരക്കാരും യുവാക്കളുമായിട്ടുള്ള ആളുകളാണ്. അത് നമ്മളെ വളരെയധികം പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഈ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മളൊരു സംയുക്തമായിട്ടുള്ള പദ്ധതിയാണ്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പും ഒക്കെ ചേർന്നുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തെ ഏറ്റവും അധികം വിഷലിപ്തമാക്കിയിട്ടുള്ള ഒരു മാരക വിപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. പീരുമേട് ഡിവൈഎസ്പി സാജു വർഗീസ് അധ്യക്ഷത വഹിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ വിദ്യാലയങ്ങൾ കൈകോർക്കുന്നത് ശുഭപ്രതീക്ഷയാണെന്ന് MLA പറഞ്ഞു. ലഹരി വസ്തുക്കൾ കയ്യിൽ സൂക്ഷിക്കുന്നവർക്ക് അതിന്റെ അളവ് പരിഗണിക്കാതെ കർശന ശിക്ഷാ നടപടി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുവത്വം ഇത്തരം പ്രവണതകളിൽ നിന്നും പിന്തിരിയണമെന്നും നിങ്ങളുടെ മുൻപിൽ ലഹരിയുടെ വലിയ കെണിയാണ് ഉള്ളതെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ വണ്ടിപ്പെരിയാർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ TS ചൊല്ലിക്കൊടുത്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനദാനവും നടന്നു. കുട്ടിക്കാനം മരിയൻ കോളേജ് അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റർ റവറന്റ് ഫാദർ ഡോക്ടർ ഷൈജു K, പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ഷിബു കല്ലറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസും നടന്നു. പരിപാടിയുടെ ഭാഗമായി പാമ്പനാർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ SPC വിദ്യാർത്ഥികൾ ബോധവൽക്കരണ സൈക്കിൾ റാലിയും സംഘടിപ്പിച്ചു. പരിപാടിയിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, വിവിധ വകുപ്പ് ജീവനക്കാർ, പോലീസ് ഉദ്യോഗസ്ഥർ, വിവിധ സ്കൂളുകളിലെ അധ്യാപകർ, വിദ്യാർത്ഥികൾ, SPC വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ് പീരുമേട്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Looking for the latest laptops? Looking for the best offers? Let's go to our expert.
Oxygen, the laptop expert.